الله عن الإمام رضي الله عن الحسين رضي الله عن الإمام رضي الله عن الحسين. എല്ലാ ഔലിയാക്കന്മാരുടെക്കുള്ള മൗലിദിനേക്കാളും 1000 ഇരട്ടി ബർക്കത്തും റഹ്മത്തും നേട്ടവും ഉദ്ദേശ സാഫല്യവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന മൗലിദാണ് ഈ മൗലിദ് എന്ന നിയത്തിൽ നിങ്ങളിവിടെ ഇരിക്കണം. അത് 100% സത്യമാണ്. എന്തുകൊണ്ട്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിൻ്റെ മൗലിദ് ഓതിയാൽ കൂലിയിട്ടൂലേ? കിട്ടും. നല്ലതല്ലേ? നല്ലതാണ്. എന്നാൽ അവരെക്കാൾ വലിയ മഹാന്മാരാണ് ഈ 5 ആളുകൾ. അപ്പം ഖാദിരി മൗലിദ് നല്ലതല്ലേ? നല്ലതാണ്, ഉറപ്പായിട്ടും നല്ലതാണ്. പക്ഷേ അതിൻ്റെ 1000 ഇരട്ടി നല്ലതാണ് അവരെ വല്യാപ്പയായ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മൗലിദ്, അവരുടെ ഏട്ടനായ ഹസൻ തങ്ങളെ മൗലിദ്, അവരുടെ വല്യമ്മയായ ഫാത്തിമ ബിൻ വലി, അവരുടെ വല്യപ്പയായ സയ്യിദന അലി റളിയല്ലാഹു, ഈ കുടുംബത്തിൻ്റെ വല്യപ്പയായ സയ്യിദുൽ അംബിയ ആയ മുഹമ്മദ് മുസ്തഫ. ഈ അഹ്ലുൽ അബായിൻ്റെ മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറഞ്ഞൊന്നുമില്ല, അത്രയും ഷറഫുള്ള മൗലിദാണ്. ഇതിൻ്റെ പേര് തന്നെ റഫഉൽ ബലാഇ. റഫഉൽ ബലാഇന് എല്ലാ ബലാഉകളെയും നീക്കുക, എല്ലാ ആപത്തുകളെയും നീക്കുക. ബി തവസ്സുലി ബി അഹ്ലിൽ അബാ. അഹ്ലുൽ അബാ കരിമ്പടത്തിൻ്റെ ആളുകളെ കൊണ്ട് തവസ്സുലാക്കിയിട്ട്. ആരാ കരിമ്പടം? കരിമ്പടത്തിൽ 5 ആളുകളാണ്. ഒന്ന് മുത്ത റസൂൽ, ഒന്ന് സയ്യിദന അലി, ഒന്ന് സയ്യിദന ഉമ്മുന ഫാത്തിമ, സയ്യിദുൽ ഹസൻ, സയ്യിദുൽ ഹുസൈൻ. ആ 5 ആളുകൾ ആ കരിമ്പടത്തിൻ്റെ ഉള്ളിൽ കയറി. അവരാണ് ലോകത്തെ അത്യുത്തമന്മാർ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറാൻ മോശപ്പെട്ട വാക്കായിട്ടല്ല ഞാൻ പറയണത്. ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ ഉള്ളിലേക്ക് കയറി. ആര് 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 സയ്യിദുനാ ജിബ്രീൽ വ സയ്യിദുനാ മീകായിൽ. അപ്പം 7 ആളായി. 5 ആൾ പുതപ്പിട്ട് മൂടി. ഇവരാണ് അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ള പറഞ്ഞു. ഇവരാണ് അഹ്ലുൽ അബാ വൽ ഖസാ എന്ന് റസൂലുള്ള പറഞ്ഞു. ഇവരാണ് ഷറഫാക്കപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടി. ആര്? സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ. അപ്പം അത് എത്ര ആളായി? 7 ആളായി. അവരെ മൗലിദാണ് റഫഉൽ ബലാ. എല്ലാ ആപത്തിനെയും ഉയർത്തുക, എല്ലാ ആപത്തിനെയും നീക്കുക, എല്ലാ ആപത്തിനെയും ഒഴിവാക്കുക. ബി തവസ്സുലി ബി അഹ്ലിൽ അബാ. അഹ്ലുൽ അബാവിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ട്. ഇതിൽ ബദരീങ്ങളുണ്ട്. ആരൊക്കെ? മുത്ത റസൂൽ, സയ്യിദുൽ ബദരീൻ, സയ്യിദുനാ അലി, സാഹിബുൽ ലിവാ യൗമ ബദർ. പിന്നീട് സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുൽ മലായികത്തുൽ ബദരീന യൗമ ബദർ, വസയ്യിദുനാ മീകായിൽ, സയ്യിദുൽ ബദരീന മിനൽ മലായിക യൗമ ബദർ. ഇപ്പൊ ബദരീങ്ങൾ ഇതിൽ എത്ര ആളുണ്ട്? 2 ഇൻസും 2 മലക്കും. ഈ അഹ്ലുൽ അബായിൽ 7 ആളല്ലേ? 5 ആളും പിന്നെ 2 ആൾ കയറിയതും. ഇപ്പൊ എത്രയായി? 7. അതിൽ 4 ബദരീങ്ങളാണ്. ഒന്ന് മുത്ത റസൂൽ, ഒന്ന് സയ്യിദുനാ അലി, ഒന്ന് സയ്യിദുനാ ജിബ്രീൽ, ഒന്ന് സയ്യിദുനാ മീകായിൽ. പറയാ, ഖുർആൻ പറഞ്ഞല്ലേ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം ബദരീങ്ങൾപ്പെട്ട ആളാണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടല്ലേ സയ്യിദുനാ മീകായിൽ ബദരീങ്ങൾപ്പെട്ടവനാണ്. അപ്പൊ 4 ബദരീങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് മുത്ത റസൂൽ, സയ്യിദുൽ ബദരീൻ. 2 സാഹിബുൽ ലിവാ, ബദർ ദിവസം കൊടി പിടിച്ച ആളാണ്. ആര്? പറേ, ബദർ ദിവസം കൊടി പിടിച്ച ആളാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. പിന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ ബദരീങ്ങളായ മലക്കുകളെ 2 നേതാക്കന്മാർ ഇതിലുണ്ട്. ആര്? സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ. ഇതാണ് അഹ്ലുൽ അബാ. അവരെ പറ്റിയുള്ള മൗലിദാണ് ഞാൻ ഈ ഓടുന്നത് എന്ന ബോധത്തിൽ ഇവിടെ ഇരിക്കണം. എന്നാൽ നിനക്ക് എല്ലാം ഇവിടെ തന്നെ കിട്ടും. നിന്റെ ബോധം കുല്ലു യുബഅസുന അലാ നിയ്യാതിഹിം,
ഒരാളെ നാളെ മഹ്ശറിൽ വരിക, അവൻ ദുനിയാവിൽ ചെയ്ത കർമ്മത്തിന്റെ നിയത്തനുസരിച്ചാണ്. മനസ്സിലായോ പറഞ്ഞത്? ആ ഒരു ബോധത്തിലിരിക്കണം, അപ്പോഴ് കിട്ടും. തൗഫീഖ് തരട്ടെ. ബോധം. ഇനി ഇതിനപ്പുറം എന്താണുള്ളത്? മൗലിദുകളുടെ കൂട്ടത്തിലെ രാജമൗലിദാണ് ഈ മൗലിദ്. കാരണം ഇത് ഇനി അതിൻ്റെ അപ്പുറം ആരാ? ഇതിൽ മുത്തുനബി ഉണ്ട്, ഇതിൽ ജിബ്രീലുണ്ട്, ഇതിൽ മീകായിലുണ്ട്, ഇത് സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്, ഇത് ഭൂലോകത്തെ ഏറ്റവും വലിയ മാതിയായ ഫാത്തിമ ബീവി ഉണ്ട്. കോടാനക്കോടി അഹ്ലു ബൈത്ത് എന്ന എക്കാലം വരെ വന്ന അഹ്ലു ബൈത്തിന്റെ 2 വല്യപ്പന്മാരുണ്ട്. ഓരൊക്കെ സയ്യിദ്ന ഹസൻ, സയ്യിദ്ന ഹുസൈൻ, 2 കബീലല്ലേ അഹ്ലു ബൈത്ത് വന്നത്. അതിന്റെ മേലെന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ബാത്ത് എന്താ? 14ാമത്തെ പേരെ കുട്ടിയാണ്. ഹസൻ വലുപ്പത്തിന് എന്താ? 1ാമത്തെ പേരെ കുട്ടിയാണ്. മൊയ്തീൻ ഷേഖിന്റെ മാത്രം 14ാമത്തെ പേരെ കുട്ടിയാണ്. ഇതോ സയ്യിദ്ന ഹസനോ 1ാമത്തെ പേരെ കുട്ടിയാണ്. സയ്യിദ്ന ഹുസൈനോ 1ാമത്തെ പേരെ കുട്ടിയാണ്. 1ാമത്തെ തലമുറ, 1ാമത്തെ പേരക്കുട്ടി. അപ്പൊ എന്താ വിചാരിച്ച്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതൊക്കെ തലക്ക് കൊടുക്കണം, നമ്മളെ തലക്ക് കയറണം. അപ്പോൾ നമുക്ക് ഇത് മതി, എല്ലാ പ്രശ്നം തീരാ ഇത് മതി. ഇവിടെ കിട്ടുന്ന എല്ലാം ഇതിപ്പോൾ ഞാൻ അൻവറിനോട് ഇത് തുറന്നാക്കാൻ പറഞ്ഞു. എന്തിനാ? ഇവിടെ അള്ളാഹു താലാൻ്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹിൻ്റെ മലായിക്കത്ത് ഇറങ്ങും. ആ ചീരണി കഴിച്ചോനെ അത് അപ്പം നിയത്ത് ചെയ്ത കാര്യം അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കും. ഇതിനൊരു ഒജീനുണ്ട്, അത് കഴിച്ചാൽ ബർക്കത്തുണ്ടാവും. ഇനി ഇതിൻ്റെ മേലെ എന്താ ഉള്ളത്? ഇത് ഖുർആൻ പറഞ്ഞില്ലേ? ഇത് ഖുർആൻ പറഞ്ഞ പാർട്ടിയല്ലേ? ഇന്നമാ യുരീദുല്ലാഹു ലിയുത്ഹിറ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി. എങ്ങനെയാണ്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുത്ഹിറക്കും തത്വഹീറാ. ഇത് ഖുർആൻ പറഞ്ഞില്ലേ? ഖുർആൻ. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി ഈ കരിമ്പഴട്ട് മുടിയത് മനസ്സിലായില്ല? ഏതാ സൂറത്ത്? പറഞ്ഞോട്. അഹ്സാബ്, സൂറത്തുൽ അഹ്സാബിലാണ് ആയത്ത്. ഈ ആയത്തിറങ്ങുമ്പോഴാണ് ഈ കരിമ്പഴട്ട് മുടിയത്. ഹൗലായി അഹ്ലു ബൈത്തി, ഇതാണ് ആ ഖുർആനിൽ പറഞ്ഞ അഹ്ലു ബൈത്ത്. ഈ 5 ആള് ഏതാണ്? ആ ബൈത്ത് അഹ്ലുൽ ബൈത്ത്. ഏതാണ് ആ ബൈത്ത്? കഅബ. ഇവരാണ് കഅബന്റെ ആളുകൾ. ഇവർ കഅബന്റെ ആളുകളാകാൻ വേണ്ടിയിട്ടാണ് 2000 കൊല്ലം, 2500, അതിൻ്റെയും 2500 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി ദ്വാരുന്നത്. കഅബാലയം പുതുക്കി പണ്ടപ്പോൾ ദ്വാരുന്നു. ഈ കഅബക്കൊരു കുടുംബം ഉണ്ടാവണം. അതാടാ അത്. എന്താടാ വിചാരിച്ച്? എന്താണ് ഈ അഹ്ലു ബൈത്ത്? ബൈത്ത് ആർക്കാടോ ഇല്ലാത്ത ഒക്കെ അഹ്ലു ബൈത്താവും. ബൈത്ത് എനക്കില്ല. ആരുടെ പടം ബൈത്തില്ലാത്തവരുള്ളത്? ആരുടെ പടം ബൈത്തില്ലാത്തവരുള്ളത്? ബൈത്തുള്ളവരൊക്കെ അഹ്ലു ബൈത്താവും. മനസ്സിലായില്ല? നമ്മളെ വീടുകൾക്കൊക്കെ ബൈത്ത് എന്ന് പേരിടാലോ. ബൈത്ത് അറബി ഭാഷയിൽ ബൈത്ത് എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? വീട്. നമുക്കൊക്കെ വീടില്ലേ? നമ്മളാ വീട്ടിൻ്റെ ആളായതുകൊണ്ട് നമ്മൾ അഹ്ലു ബൈത്താവും. അപ്പൊ അൽബൈത്താണ്. ഏതാണ് അൽബൈത്ത്? ഇന്ന അവ്വല ബൈത്തിൻ. അവരാണ് കഅബന്റെ ആളുകൾ. അതുകൊണ്ടാണ് മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞ്? കഅബ എന്നെ തവാഫ് ചെയ്യുന്നു, ഞാൻ അതിനേക്കാൾ വലിയ ആളാണ് എന്നേ പറഞ്ഞിട്ടില്ലേ? കഅബയെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും കഅബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോർ. നിങ്ങളൊക്കെ ഉണ്ടാണതിന് മുമ്പ് മൊയ്തീൻ ഷേഖ് മരിച്ചത് നന്നായി. അല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളിയാഴ്ച തന്നെ മൂപ്പർക്കെതിരെ കുത്തുപോതും. മൂത്തേടത്തേക്ക് മക്ക വരുന്നുണ്ടപ്പോൾ എനിക്കെതിരെ കുത്തുപോതിയലാണ് കേരളക്കാർ. ആ കുത്തുബ ഞാൻ കേട്ടു. ഞാൻ ഇരിക്കണ പള്ളിയിൽ ഓടി. ഏതോ ഒരു കോളേജിൽ നിന്ന് ഉണ്ടാക്കി വിട്ടത് അത്ര. റഹ്മത്തുള്ളാഹിക്കെതിരെ കുത്തുബ. മക്ക മൂത്തേടത്തേക്ക് വരും എന്ന് പറഞ്ഞതിനുള്ള ഇടങ്ങേറ്. ഇതൊക്കെ ജനിക്കണതിന് മുമ്പേ മൊയ്തീൻ ഷേഖ് മരിച്ച നന്നായി. എന്തേ മൊയ്തീൻ ഷേഖ് പറഞ്ഞ്? ഞാൻ ഇന്ന കഅബ തവാഫ് എന്ന് പറഞ്ഞിട്ടില്ല. മോമിനായ മനുഷ്യൻ മരിക്കുമ്പോൾ മക്കയും മദീനയൊക്കെ വരും. അള്ളാഹു തആല നമ്മളൊക്കെ തൗഫീഖ് തരട്ടെ.
കഅബയെ ചുറ്റുവാർ കുത്തുബാണോരെല്ലാവരും എല്ലാ കുത്തുബീങ്ങളും കഅബയെ തവാഫ് ചെയ്യും. കഅബ തവാഫ് എന്നെ താൻ ചെയ്യുമെന്നോവർ കഅബ എന്നെ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. കാരണം ഞാൻ അതിനേക്കാളും വലിയൊരാളാണ്. വഫിയ്യ വഫീസ് വസയ്യിദി ബിഅന്നി അല മഖഅദി മുഹമ്മദിയ. ഞാൻ എവിടെ നിൽക്കുന്നത്? മുഹമ്മദിയത്തുമല. മുഹമ്മദിയത്തുമ ഉണ്ടാക്കിയതാണ് എന്ത്? കഅബ. അവിടെ ഞാനുള്ളത്. മനസ്സിലായോ? അതിന് അന്തം വേണം. അപ്പം ബൈത്ത് അഹ്ലുൽ ബൈത്ത് പറഞ്ഞ കഅബൻ്റെ ആളുകൾ എന്ന ഒരർത്ഥം. കഅബയുടെ യഥാർത്ഥ അവകാശി അവരാ. സംസമിൻ്റെ അവകാശി ആരാ? ആരാ സംസം കിണറിൻ്റെ അവകാശികൾ? ഇന്ന് നേരം വിളിച്ചിട്ട് സംസം കുടിച്ചവർക്ക് കൈപ്പൊക്കാം. അൻവറുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ എല്ലാവരോടും പറയണം സംസം കുടിക്കണം. എല്ലാ ദിവസവും സംസം കുടിക്കണം. ഒരു തുള്ളി കുടിച്ചാൽ മതി, അത് കുടിക്കണം. എന്താണ് സംസം? സംസം വറ്റിപ്പോയി ആയിരക്കണക്കിന് കൊല്ലം. എന്നിട്ട് സംസത്തിനെ പിന്നെ തോണ്ടിയെടുക്കണത് ആരാ? ആരാ ആരാ സംസം? സംസം കിണർ ഇന്നത്തെ കോലത്തിലേക്ക് തോണ്ടിയതാരാ? തോണ്ടി വെള്ളം നിലനിർത്തി അതാരാ? ആരാ? എന്തിനടങ്ങളൊക്കെ നടക്കണം ഈ ഭൂമിയിൽ കൂടി? അതാരാ? അബ്ദുൽ മുത്തലിബ് എന്ന് പറയണേങ്ങായി. അബ്ദുൽ മുത്തലിബ് അല്ലാഹു തആല ആ പരിശുദ്ധമായ സംസം കുടിച്ച് ദുനിയാവ് ആഖിറത്ത് അതിൻ്റെ പൊരുത്തം കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു തുള്ളി നാവിൽ ഉറ്റിച്ചളാ എല്ലാ ദിവസവും. അതാ കഅബയുടെ ചോട്ടില. അതിൻ്റെ അവകാശി ആരാ? അബ്ദുൽ മുത്തലിബ്. മനസ്സിലായോ? തോട്ടുവാരുതായിരുന്നു. എല്ലാവരും എതിർത്തു അവിടെ തോണ്ടിയപ്പോൾ. അപ്പോൾ അന്ന് ഒരു മകനേ ഉള്ളൂ അബ്ദുൽ മുത്തലിബ്. പടച്ചോൻ എനിക്ക് 10 കുട്ടികളുണ്ടായാൽ ഒന്നിനെ അവിടെ ടർക്കും പറഞ്ഞു. കുട്ടികളുണ്ടായി. മനസ്സിലായോ? ചിന്തിക്ക്. അവസാനം ആർക്കാൻ കൊണ്ടുപോയി? ആരാ? റസൂലുള്ളാഹിന്റെ വല്യപ്പനെ. ആരെ? അബ്ദുള്ള എന്നവരെ. പിന്നെ ഒട്ടകത്തിനെയും വെച്ചിട്ട് എന്ത് ചെയ്തു? നറുക്കിട്ടു. അവസാനം 100 ഒട്ടകം അറുത്തു. ആർക്ക് പകരം? അബ്ദുള്ളക്ക് പകരം. അനബിനു ദബീഹൈൻ അറുക്കപ്പെടാൻ കൊണ്ടുപോയ 2 മകനാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ അറുക്കാൻ കൊണ്ടുപോയ 2 മോനാ. ഒന്നാരാ? സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. 2 അബ്ദുള്ള റളിയല്ലാഹു അൻഹു. 2 മോനാ. അത് കഅബയുടെ മുറ്റത്താ. കഅബ അതിൻ്റെ ഒരു പൊരണ്ടെങ്കിൽ അതിന് കിണർ വേണ്ടേ? പഠിച്ചോനെ ഈ പോന്തായികളോട് എന്താ വർത്താനം പറയുന്നത്? ഏടെ ചങ്ങായി പോര കയറ്റാണെങ്കിൽ ആദ്യം അവിടെ എന്ത് വേണം ചങ്ങായി? അന്തം വിട്ടോനെ. കുപ്പിവെള്ളം കൊണ്ടുപോയാൽ മതിയുടെ ചങ്ങായി. അന്തം വിട്ടോനെ. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീട്ടിൽ അവിടെ ആദ്യം വേണ്ട എന്താ? കിണർ. അവിടെ ഒരു കിണർ പണ്ടില്ല. ആദനബിൻ്റെ കാലത്തില്ല. ആദനബി ഇതിൻ്റെ ആളും അല്ല. അവിടുത്തെ വാഫ് ചെയ്തിട്ടുണ്ട് ആദനബി. പക്ഷെ ഇതിൻ്റെ ആളല്ല. ചീസ് നബി, നൂഹി നബി ഒലൊന്നും ഇതിൻ്റെ ആളല്ല. ഇസ്മായിൽ വന്നപ്പോൾ വെള്ളം മുട്ടി. എന്തുകൊണ്ട്? ഇവിടെ പാർക്കേണ്ടത് ഇസ്മായിലാണ് അലൈഹിസ്സലാം. പാർപ്പ് തുടങ്ങിയാലല്ലേ കിണറിൻ്റെ ആവശ്യമുള്ളൂ. 10,000-കണക്കിന് കൊല്ലം അവിടെ എന്തില്ല? കിണറില്ല. എന്തേ? അവിടെ പാർപ്പ് സ്ഥലമല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ വല്യപ്പട വന്നു. എന്തേ? ഇവിടെ ഒരു കുട്ടി എനിക്കുണ്ട്. ആ കുട്ടി അതിൻ്റെ അവകാശി. അപ്പോൾ കിണറുണ്ടായി. ആ കിണറിന്റെ അവകാശം അവർ തന്നെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പടച്ചോൻ ബുദ്ധി തരണം. ബുദ്ധി പീടിന്ന് വാങ്ങാൻ കിട്ടൂല. സിന്ദാബാദ് സിന്ദാബാദ് കോലുമ കുത്തി കൊടി മുടിച്ചാൽ ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി പടച്ചോൻ തരണം. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തായി സംഭവം? മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ അവനാണ് എൻ്റെ ആളുകൾ. അപ്പോൾ അഹ്ലുൽ ബൈത്ത് വീട്ടുകാർ ഏതാ വീട്? ഇന്ന ഔവല ബൈത്തിൻ ഉളിഅ ലിന്നാസ്. അതാ വീട്. അതിൻ്റെ വീട്ടുകാർ. മനസ്സിലായില്ലേ? സയ്യിദുനാ ഇബ്രാഹിം, സയ്യിദുനാ ഇസ്മായിൽ, മുത്തറസൂൽ, ഫാത്തിമ ബീവി, ഇവരൊക്കെ എൻ്റെ വീട്ടുകാർ. അല്ലാഹു അവരെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. നോക്കി ഇടയ്ക്ക് ചൂട് കൊടുക്കണം. അങ്ങനെ ബുദ്ധിക്ക് ചൂടായിട്ട് കൊടുത്താലേ ബുദ്ധി ഇങ്ങോട്ട് ലെവലാവുള്ളൂ. എവിടുന്ന അങ്ങനല്ലേ?
സ്വലാത്തും വതസ്ലീമും വഅസ്കാ